ദൈവ സേവനത്തേക്കാൾ പ്രധാനം എന്ന് പറഞ്ഞാൽ ദൈവത്തെ സമ്പാദിക്കുക. അതാണ് ദൈവത്തെ സേവിക്കുന്നതിനേക്കാളും പ്രധാനം. ദൈവത്തെ സേവിക്കുന്നത് നല്ലതാണ്, പക്ഷേ ദൈവത്തെ സമ്പാദിക്കുക, ഇതാണ് അടിസ്ഥാനപരമായ സുവിശേഷം. അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ സന്ധ്യയിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഈ ഒരു വചനം, കാരണം ഈ ആരാധനയ്ക്കൊക്കെ വരുന്നവർ ദൈവ ആത്മീയമായി ആഴപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഹല്ലേലൂയ, അല്ലേ? ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി പ്രതിസന്ധികളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്. കർത്താവ് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും. ഉറപ്പാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കം ഉണ്ടാകും. എന്നിട്ട് ഈശോ പറഞ്ഞെന്താണെന്നറിയാമോ? എങ്കിലും ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ഞെരുക്കത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇല്ല, ശ്രദ്ധിക്കൂ. അതായത് ഈശോ പറഞ്ഞ വചനമാണ്, ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, പക്ഷേ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈശോ പറഞ്ഞു, ഞാൻ ഞെരുക്കത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ഇല്ല, ഈശോയ്ക്ക് ഞെരുക്കം ഉണ്ടായി. ഈശോയ്ക്ക് ഞെരുക്കം ഉണ്ടായെങ്കിൽ നമുക്ക് ഞെരുക്കം ഉണ്ടാവും. അപ്പൊ ഈ ഞെരുക്കവും ഞരക്കവും ഒന്നും അല്ല വിഷയം, അതൊക്കെ നമ്മുടെ കൂടപ്പിറപ്പാണ്. അത് നമുക്ക് ജീവിതത്തിലുണ്ട്. ഈ ലോകമാണോ, ദിസ് വേൾഡ് ഈസ് ആൻ ഇംപെർഫെക്റ്റ് വേൾഡ്. ഈ ലോകത്ത് നമുക്ക് വീഴ്ചയുണ്ടാകും, അടിയുണ്ടാകും, കലഹം ഉണ്ടാകും, കൈയൊടിയും കാലൊടിയും, പിള്ളേർക്ക് രോഗം വരും, നമ്മുടെ ദാരിദ്ര്യം കഷ്ടപ്പാടും കൂടും, നമുക്ക് മഴക്കാലം ഉണ്ടാവും, ചൂടുകാലം ഉണ്ടാവും, നമുക്ക് പ്രതിസന്ധികളുണ്ടാവും. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. എന്നാൽ ഇതിന്റെ എല്ലാം പിന്നിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഈ ഞെരുക്കത്തെയൊക്കെ ജയിക്കുക എന്നതിലപ്പുറം ഇതിന്റെ പിന്നിലുള്ള ലോകത്തെ ജയിക്കുക. ഈ ലോകത്തെ, ഞെരുക്കമുണ്ടാക്കുന്ന ലോകത്തെ ജയിക്കാനുള്ള ഒരു വഴിയാണ് എന്ന് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും ഇത് സൂചിപ്പിച്ചതാണ്, പക്ഷേ ഈ പാഠം ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നതിന്റെ കാരണം അത്രമേൽ ഇത് പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. നിങ്ങളൊരു പക്ഷേ തിരക്കുണ്ട്, ഞാനും നിങ്ങളുമൊക്കെ മറന്നുപോകും. അതുകൊണ്ട് ഈ പാഠം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെട്ടാൽ ഈ ഭാരത്തെയൊക്കെ അതിജീവിക്കാനുള്ള കരുത്ത് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഈ പാഠം നമ്മൾ പഠിക്കുന്നത്. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 26-27 വചനം. കൊളോസ്യർ 1:26-27 വചനം വായിക്കാം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരിക്കുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതീയരുടെയിടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ, മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട്. എന്നെ വളരെ സ്വാധീനിച്ചൊരു വചനമാണിത്. അതായത് നമ്മളൊക്കെ ഇപ്പോൾ വിശുദ്ധ കുർബാന ഇവിടെ എഴുന്നള്ളിച്ചു വെച്ചു. ഈ എഴുന്നള്ളിച്ചു വെച്ച ഈശോയെ നോക്കി നമ്മൾ പ്രാർത്ഥിക്കും. ഈശോയിൽ നിന്നൊരു ശക്തി കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കും. നല്ലതാണ്. പക്ഷേ ഈ പടി വിട്ടിറങ്ങി കഴിയുമ്പോൾ ഈ ശക്തി ചോർന്നു പോകും. നമുക്ക് ഈ ആലയത്തിനകത്ത് ഒരു പ്രത്യേക അനുഭൂതിയുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. പക്ഷേ പുറമെയുള്ള ഈ ആരാധന അകത്തെ ആരാധനയാക്കണമെന്നാണ് സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇല്ല എങ്കിൽ പുറമെയുള്ള ആരാധന ആശീർവാദത്തോടുകൂടി തീരും. പള്ളിയുടെ വെളിയിൽ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ ശക്തി അനുഭവിക്കാൻ പറ്റാതെ പോകും. അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്നവർ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറ ഹല്ലേലൂയ. ഈ ശക്തി ഉള്ളിൽ അനുഭവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ഈ വചനം. യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചുവെക്കപ്പെട്ടിരുന്ന ഒരു രഹസ്യം ഇപ്പോൾ അവിടുന്ന് തന്റെ വിശുദ്ധർക്ക് ഇതാ വെളിപ്പെടുത്താൻ പോകുന്നു. ദൈവം തന്റെ വിശുദ്ധർക്ക്, ആരാ? നമ്മൾ, വെളിപ്പെടുത്തി തരാൻ പോകുന്ന ഒരു രഹസ്യമാണ്. ഈ രഹസ്യമാണ് പറയാൻ പോകുന്നത്. ഈ രഹസ്യമാണ് സുവിശേഷം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം ആദ്യം എഴുതിയ സുവിശേഷം. ആദ്യം എഴുതിയ സുവിശേഷത്തിലെ ആദ്യത്തെ കാര്യം, ഒരു രഹസ്യം. പൗലോസ് പറയാണ്, മക്കളെ
ഈ രഹസ്യം നമ്മൾ അറിയണം. മക്കളെ, ഈ രഹസ്യം, ഇതിന്റെ പൊരുൾ നമുക്ക് പിടികിട്ടണം. ഇത് പിടികിട്ടിയാൽ നമുക്ക് പിന്നെ പുറത്തെ മനുഷ്യനെ എന്ന് പറയുന്നത്, നമുക്ക് രണ്ടു തരം മനുഷ്യരുണ്ട്. ദർ ഇസ് ആൻ ഔട്ടർ മാൻ ആൻഡ് ദർ ഇസ് ആൻ ഇന്നർ മാൻ. നമുക്കൊരു ബാഹ്യ മനുഷ്യനുമുണ്ട്, നമുക്കൊരു ആന്തരിക മനുഷ്യനുമുണ്ട്. ഈ ലോകമുണ്ടല്ലോ, ഈ ബാഹ്യ മനുഷ്യനെ ആണ് എപ്പോഴും നർച്ചർ ചെയ്യുന്നത്, എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലാളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പള്ളിയിൽ വരിക, ആത്മീയതയിൽ നമുക്ക് ഈ ഔട്ടർ മാൻ ഉണ്ട്. പള്ളി വരും, ആരാധന എങ്ങനെ ഉണ്ടായിരുന്നു, പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളെല്ലാവരും എത്ര പേര് വന്നു, എത്ര പേര് കൈമുത്തി, എത്ര പേര് കാണിക്കയിട്ടു, എത്ര പേര് അച്ഛൻ പറഞ്ഞത് ദിവസം വെള്ള ഉടുപ്പിട്ടുകൊണ്ട് വന്നു, എത്ര പേര് വിശുദ്ധ കുർബാന സ്വീകരിച്ചു, എത്ര പേര്. ഇതൊക്കെയാണ് ഔട്ടർ മാൻ. നമ്മൾ ഇതിനെ വെച്ചുകൊണ്ട് ആത്മീയത അളക്കും. എന്നാൽ there is an inner man, ഒരു ആന്തരിക മനുഷ്യനുണ്ട്. ഈ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് സുവിശേഷം. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ പാടില്ലേ, യേശുവോടു ചേർന്നിരിപ്പതെത്ര ബോധമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ, യേശുവോടു ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആശ തന്നോട് ഇതാണ് എല്ലാ ആത്മാവിന്റെ ആഗ്രഹം, ഒരാശയ. എന്തെന്നറിയാമോ? എൻ്റെ ദൈവം എൻ്റെ കൂടെ വാഴാൻ ഞാനിങ്ങനെ കാത്തിരിക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും മഴ ഉണ്ടെങ്കിലും പിന്നെയും ആരാധനയ്ക്ക് വരുന്നത്. ശരിയാണ്, ചെറിയ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്, അതൊക്കെ മാറണം. സാഹചര്യം, കടമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പ്രതിസന്ധി ഉണ്ട്, അതൊക്കെ മാറണം, ശരിയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ, ഇതെല്ലാം 50 ലക്ഷം രൂപ നമ്മുടെ കൈ കിട്ടിയാലും പിന്നെ ഉള്ളിൽ ഒരു ദാഹം. എന്താണെന്നറിയാവോ? ദൈവത്തെ കൊണ്ടൊന്നും അറിയാത്തോണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് പൗലോസ് പറയുന്നത്, യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വെക്കപ്പെട്ടിരുന്ന ഒരു രഹസ്യമുണ്ട്. പണമോ പ്രതാപമോ കീർത്തിയോ പെരുമയോ പ്രശസ്തിയോ ഡിഗ്രിയോ പത്രാസോ മെഡലോ ട്രോഫിയോ പൈസ കൊണ്ടോ ഒന്നും തൃപ്തിപ്പെടുത്താൻ പറ്റാത്ത ഒരു രഹസ്യമുണ്ട്. ഈ രഹസ്യത്തെക്കുറിച്ച് ഇതാ ഞാൻ പറയാൻ പോകുന്നു, വിശുദ്ധരോട് പറയാൻ പോകുന്നു. എന്നിട്ട് പറയാണ്, ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതീയരുടെ ഇടയിലും എത്ര ശ്രേഷ്ഠമാണ് എന്ന് നാം അറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഇത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ മാത്രമുള്ള വിഷയമല്ല. ഇന്ന് ആത്മീയത എന്ന് പറയുന്നത് പള്ളിക്കകത്ത് മാത്രം നിൽക്കുന്ന ഒരു പരിപാടിയായി മാറി. നമുക്ക് കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കൊടുത്താൽ തന്നെ അവര് ഈ കർത്താവിനെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയും. ഈ പള്ളിയിലെ കർത്താവിനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളുടെ പള്ളിയിലെ കർത്താവിനെ മതി. അല്ലെങ്കിൽ വിജാതീയരായിട്ടുള്ള ആളുകൾക്ക് ഈ കർത്താവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവര് സംശയത്തോടെ നമ്മളെ നോക്കും, ഞങ്ങളെ മതം മാറ്റാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയും. എന്നാൽ ആദിമ സഭ, ഹൈ വോൾട്ടേജ് ഉള്ള സഭ എന്താ ചെയ്തതെന്ന് അറിയാമോ? ആദിമ സഭ ഈ രഹസ്യം അറിഞ്ഞ സഭ. അവർ ഈ രഹസ്യം അറിഞ്ഞിട്ടാണ് സുവിശേഷം കൊടുത്തത്. എന്താണ് ഈ രഹസ്യം എന്ന് അറിയാമോ? വായിക്കാമോ? 27-ാം വാക്യം. ഈ രഹസ്യത്തിന്റെ മഹത്വം വിജാതീയരുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു. ഈ രഹസ്യമാകട്ടെ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ഈശോ, യേശു ക്രിസ്തു എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ഈ ബോധ്യം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയാമോ? നമ്മളെല്ലാം ഭക്തരാ. പള്ളി വരാൻ എങ്ങനെ അറിയാം? പള്ളി വന്നാൽ എങ്ങനെ നിൽക്കണമെന്നറിയാം. വിശുദ്ധ കുർബാന ആശീർവദിക്കുമ്പോൾ കൈകൂപ്പാൻ അറിയാം, മുട്ടുകുത്തി കുമ്പിടാൻ അറിയാം, കുമ്പസാരിക്കാൻ അറിയാം, കുർബാന ഭക്തിയോടെ സ്വീകരിക്കാൻ അറിയാം. അത് ഒരു പൊടി പോലും താഴെ പോരുതേ എന്നുള്ള രീതിയിൽ നമ്മൾ നിന്ന് സ്വീകരിക്കും. നമുക്കെല്ലാം അറിയാം, എല്ലാം അറിയാം. പക്ഷേ പള്ളിയിൽ നിന്ന് വെളിയിലിറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ ദൈവാംശം നഷ്ടമായി. പള്ളിക്കകത്ത് കാര്യങ്ങൾ ഇടപെടാനറിയാം, പക്ഷെ പള്ളിക്ക് വെളിയിൽ നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ പറ്റാതാകും. നമ്മുടെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുന്നു.
പള്ളിക്ക് വെളിയിൽ നമ്മുടെ സ്വഭാവത്തിന് വൈകൃതങ്ങളും ചതവുകളും ഉണ്ടാകുന്നു. അതാണ് ഈ സന്ധ്യയിൽ കർത്താവ് നമുക്ക് പറഞ്ഞു തരാൻ ആഗ്രഹം. ഇത് തന്നെ ആവർത്തിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സുവിശേഷത്തിൽ പൗലോസ് ശ്ലീഹ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ളത്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു പള്ളിക്കകത്തല്ല, അൾത്താരയിലല്ല. ആദ്യമേ നമുക്ക് ബോധ്യപ്പെടേണ്ടത് ഈ ഈശോ എവിടുണ്ട്? എന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസത്തിൻ മണിവാതിൽ, അതറിയത്തില്ലല്ലേ? നല്ലൊരു പാടാണ്. മനസത്തിൻ മണിവാതിൽ തുറന്നിടാൻ ആത്മനാഥൻ മുട്ടി ഇന്ന് വിളിക്കുന്നു എന്ന് പറയാൻ അവൻ കൊതിക്കുന്നത് എൻ്റെ കൂടെ വസി. അതുകൊണ്ടാണ് ഈശോയുടെ പേര് ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ. The presence of God is with us. ഇത് എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ചെയ്താൽ നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരും. അത് വളരുക ആത്മീയ ജീവിതത്തിൽ മാത്രമല്ല, ഭൗതിക ജീവിതത്തിലും നമ്മളെ കീഴ്പ്പെടുത്താൻ, തോൽപ്പിക്കാൻ ഒരു ശക്തിയും ഉണ്ടാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ഈ രഹസ്യത്തിന്റെ മഹത്വം വിശുദ്ധരുടെ ഇടയിലും വിജാതീയരുടെ ഇടയിലും ഇത് ശ്രേഷ്ഠമാണ്. ഇത് വിഷന്നുണ്ടല്ലോ, പിശാച് ഏറ്റവും കൂടുതൽ മറച്ചു കളയും. എന്ത്? ദൈവം നിന്റെ ഉള്ളിലുണ്ട് എന്ന സത്യം. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ പിശാചിനറിയാം പിന്നീട് ഒരിക്കലും നമ്മളെ പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് പിശാച് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളിൽ നിന്ന് ഈ ആന്തരിക മനുഷ്യനിൽ, എൻ്റെ ആത്മീയ മനുഷ്യനിൽ എൻ്റെ ദൈവമുണ്ട് എന്ന ബോധ്യം എന്നിൽ നിന്ന് എടുത്തു കളയും. ഈ ബോധ്യമുണ്ടെങ്കിൽ എന്നെ ഈ ലോകത്തിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ കാര്യവും പിശാച് ചെയ്യും. കാരണം പിശാചിന് ഏറ്റവും കൂടുതൽ അരോചകമുണ്ടാക്കുന്ന, വെറുപ്പുണ്ടാക്കുന്ന വിഷയമാണിത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന വചനം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത് അതായത് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ബാക്കി ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഇത്രയേ ഉള്ളൂ. എൻ്റെ പൊരുൾ ഇതാണ്. ഈശോ കർത്താവ് 5-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. യോഹന്നാൻ 5:17 മുതലുള്ള വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞു, ശ്രദ്ധിച്ചു കേൾക്കണം. എന്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. എന്റെ പിതാവ് എന്ന് പറഞ്ഞാൽ ഈശോ പറയാണ്, എന്റെ അപ്പ, എന്റെ ദൈവം ഇപ്പോഴും പ്രവർത്തന നിരതനാണ്. അവൻ പ്രവർത്തിക്കുന്നു. ഞാനും പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പൻ പ്രവർത്തിക്കുമ്പോൾ ഞാനും പ്രവർത്തിക്കുന്നു, ഞാൻ പ്രവർത്തിക്കുമ്പോഴും എൻ്റെ അപ്പൻ പ്രവർത്തിക്കുന്നു. രണ്ടുപേരും ഒന്നിച്ച് പ്രവർത്തിക്കുക. ദൈവ സാന്നിധ്യം ഈശോയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അടുത്തത്, ഇതുമൂലം അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. ഏതുമൂലം? ഈ വാക്ക് പറഞ്ഞത് മൂലം ഈശോയെ കൊന്നുകളയാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ പിശാച് ഈശോയെ ഈ ഭൂമിയിൽ നിന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈശോ പറഞ്ഞു, ഞാൻ പ്രവർത്തിക്കുമ്പോ എന്നിൽ പ്രവർത്തിക്കുന്നത് ആരാണ്? ദൈവമാണ്. അടുത്ത വചനം വായിച്ചേ. കാരണം അവൻ സാബത്ത് ലംഘിക്കുക മാത്രമല്ല, തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു. ഈശോ തന്നെ ദൈവതുല്യനാക്കിക്കൊണ്ട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ എന്നിൽ ദൈവമുണ്ട് എന്ന് ഈശോയ്ക്ക് ബോധ്യമായി. ഈശോ പറഞ്ഞു, എൻ്റെ അപ്പ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പ പ്രവർത്തിക്കുകയാണ്, ഞാനല്ല. ഞാൻ പ്രവർത്തിക്കുമ്പോ അപ്പ തന്നെ പ്രവർത്തിക്കുന്നേ. ഇത് പറഞ്ഞപ്പോ യഹൂദരവനെ ഏറ്റവും കൂടുതൽ വെറുത്തിട്ട് അവനെ കൊല്ലാൻ തീരുമാനിച്ചു.
കാരണം ഒരുവനിൽ ദൈവ സാന്നിധ്യമുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അവനെ ഈ ലോകത്ത് നിന്ന് നീക്കിക്കളയാൻ പിശാച് ശ്രമിക്കും. ഇതാണ് ബൈബിൾ പറയുന്നത്. പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ, പിശാച് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന കാര്യമാണ് ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ ഒരു ബോധ്യം കിട്ടി, ദൈവം ഇവിടെ. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറഞ്ഞത്, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, 1 യോഹന്നാൻ 4:4 പറഞ്ഞത്, എന്റെ കുഞ്ഞുമക്കളെ, ദൈവം നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ആരാണ്? ശക്തനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എനിക്കിപ്പം വീട്ടിൽ നിൽക്കാൻ പറ്റില്ല, ആരാണ്ടൊക്കെ കൂടോത്രം ചെയ്താണോ എന്നറിയത്തില്ല, എനിക്ക് പറ്റുന്ന ആഭിചാരമാണെന്ന് അറിയത്തില്ല, എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഒരുമ്പിട്ടിറങ്ങിയിരിക്കണവരെന്നൊക്കെ പറഞ്ഞിരിക്കുക. എനിക്ക് അങ്ങനെയുള്ള ദൈവമക്കളോട് പറയാനുള്ളൂ ഇത്രയേ ഉള്ളൂ, ഈ തീക്കട്ടയിൽ ഉറുമ്പരിക്കോ? തീക്കട്ടയിൽ ഉറുമ്പരിക്കോ? ഇല്ല. വിശ്വസിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. ഇത് മനസ്സിൽ ആഴപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനോടൊന്ന് പ്രാർത്ഥിക്കാം. എന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ നിറയണമേ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ ശക്തനാണ്. നിങ്ങളെ ഒരു ശക്തിക്കും കീഴ്പ്പെടുത്താൻ പറ്റില്ല. അപ്പൊ ചോദിച്ചേക്കാം, ഞങ്ങൾ പാപികളല്ലേ അച്ഛാ? ഒത്തിരി ബലഹീനതകളുള്ളവരല്ലേ അച്ഛാ? പ്രിയപ്പെട്ടവരെ, ഈ പാപത്തിന്റെ അവസ്ഥ എന്താണെന്നറിയാം? ഇരുട്ടാണ്. ഈ ഇരുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാറുള്ളേ? ഇരുട്ട് മാറ്റാൻ ഇരുട്ടിനോട് ഇരുട്ടെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇരുട്ടിനെ ബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇരുട്ട് പാപാവസ്ഥയാണ്. ആ പാപാവസ്ഥ മാറ്റാൻ ഒരു മെഴുകുതിരി വെട്ടം കത്തിച്ചാൽ, ഒരു ലൈറ്റ് ഇട്ടാൽ മതി. വെളിച്ചം വരുമ്പോൾ ഇരുള് മാറും. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് ഈ ബോധ്യം ഉണ്ടാകേണ്ടത്. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട് എന്ന് വെട്ടം കിട്ടിത്തുടങ്ങിയ, ബോധ്യം കിട്ടിത്തുടങ്ങിയ പിന്നെ പാപം വിട്ടു. ആരാ പാപം ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മളൊക്കെ ബലഹീനരാണ്. നമ്മൾ പാപം ചെയ്യുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് അറിയാമോ? പാപം ചെയ്യുന്നത് ഈ സ്വാഭാവിക ജീവിതത്തിൽ, നാച്ചുറൽ ലോകത്തിൽ ജീവിച്ച് പോകുന്നവരാണ് പാപം ചെയ്തു പോകുന്നത്. ഈ സാന്നിധ്യം ഉള്ളിലുണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രലോഭനങ്ങൾ കൂടും. പക്ഷേ ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ പാപം ചെയ്യാതിരിക്കാൻ പറ്റും. ഹല്ലേലൂയ. വീണു പോകും, പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും എഴുന്നേൽക്കും, പിടിച്ചു നിൽക്കും. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ അറിയണം. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിന്റെ ആലയങ്ങളാണ്. ദൈവത്തെ കൊണ്ട് നടക്കുന്നവരാ നമ്മൾ. ഇത് മനസ്സിലാകാത്തിടത്തോളം കാലം നമ്മൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറ ഹല്ലേലൂയ. ഈ രഹസ്യത്തിന്റെ മഹത്വം കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. സുവിശേഷം പഠിപ്പിക്കുന്ന ഈ മഹാരഹസ്യം നമുക്ക് പറഞ്ഞു തരികയാണ്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിൽ ഉണ്ട്. കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 13-ാം അധ്യായം 5-ാം വാക്യം കൂടി വായിക്കാം. 2 കൊരിന്ത്യർ 13-ന്റെ 5-ാം തിരുവചനം. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ല. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ആ ബോധ്യം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഈ ബോധ്യം അത് തലയിൽ മാത്രമല്ല, ഹൃദയത്തിലേക്ക് ഇറങ്ങണം. ഇത് ഫസ്റ്റ് ഫ്ലോറിൽ മാത്രമല്ല, ഇത് ടോപ്പ് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്കും ഗ്രൗണ്ട് ഫ്ലോറിലേക്കും ഒക്കെ ഇറങ്ങണം. ഇതിങ്ങോട്ട് താഴ്ത്ത് ഇറങ്ങണം, ഹൃദയത്തിലേക്ക് വരണം. യേശു എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കളെയൊക്കെ പിടിച്ചു നിർത്തിയത്, എനിക്കെൻ്റെ ദൈവം ഉണ്ട് എൻ്റെ കൂടെ,
എൻ്റെ കർത്താവിൻ്റെ കൂടെ ഉണ്ടോ? ഈ ഒരു ബോധ്യമാണ് ഈ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു. നമ്മൾ അന്യം നിന്ന് പോകുന്നതിൻ്റെയും ഭയപ്പെടുന്നതിൻ്റെയും നമ്മൾ പല കാര്യങ്ങളിൽ പാതി വെച്ച് നിർത്തുന്നതിൻ്റെയും വഴിക്ക് വെച്ച് പണി നിർത്തി പോകുന്നതിൻ്റെ ഒക്കെ കാര്യം എന്താണെന്നറിയാവോ പ്രിയപ്പെട്ടവരെ? ഈ ബോധ്യം ആഴപ്പെടാത്തതാണ്. നിങ്ങളോടൊരു രഹസ്യം പറയാം. ഇന്ന് കേരളത്തിൽ ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളുണ്ട്, പലതും പൂട്ടി. കാരണം ഈ ആത്മീയതയുടെ ഒരു വിഷയം എന്താണെന്നറിയാമോ? പുറത്തുള്ള ഈ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. പുറത്തുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും, പുറത്തുള്ള കാര്യങ്ങളും, പുറത്തുള്ള ക്രമീകരണങ്ങളും, ആരാധനാ രീതികളും ശൈലികളും, പുറത്തുള്ള ആളുകളും സിദ്ധികളും ഒക്കെ കാണിച്ച് 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 കുറേ കഴിയുമ്പോൾ ഈ ആളുകളുടെ മനസ്സിൽ എന്നിട്ടും ഒരു വാക്വം ഫീൽ ചെയ്യാണ്, എന്നിട്ടും ഒരു ശൂന്യത. അതാണ് ഈ ധ്യാനകേന്ദ്രത്തിൽ നിന്ന് കാറ്റ് അവിടോട്ട് വീശുന്നു കാണുമ്പോൾ അങ്ങോട്ട് ഓടും, അവിടുന്ന് മറ്റൊരു കാറ്റ് അങ്ങോട്ട് വീശുന്നത് അങ്ങോട്ട് പോകും. ഇങ്ങനെ ഓടി 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 നമ്മൾ ഇങ്ങനെ നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യം, മക്കളെ, കസ്തൂരിമാൻ കണക്കെയാണ് നീ. കസ്തൂരിമാൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കസ്തൂരിമാന് ഒരു മണം. കസ്തൂരിമാൻ ഈ മണം പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ്, ഓടുക ഓടുക. കസ്തൂരിമാൻ്റെ മണം എവിടെ നിന്നാണ് വരുന്നത്? അതിൻ്റെ കൊമ്പുകൾക്കിടയിൽ നിന്നാണ് ഈ കസ്തൂരി മണം. നമ്മുടെ ഉള്ളിലാണ് ഈ വലിയ ശക്തി അടങ്ങിയിരിക്കുന്നത്. എന്നാലോചിച്ച് നോക്കിയേ, പ്രാർത്ഥിച്ച് 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 ഈ ക്രിസ്തു സാന്നിധ്യം, ദൈവ സാന്നിധ്യം ഉള്ളിൽ കൊണ്ട് നടന്ന നമ്മുടെ നാട്ടിലെ ചില പാവപ്പെട്ട മനുഷ്യർ ഇന്ന് ഏത് നിലയിലെത്തിയിട്ടുണ്ടെന്നറിയോ? എന്നാൽ എല്ലാം ഉണ്ടായിരുന്നവര് ഒരു തുണ്ട് മണ്ണ് പോലും ഇല്ലാത്ത അവസ്ഥയിലൊക്കെ എത്തും. ചില ആളുകളൊക്കെയാണ് ദൈവം ഉയർത്തുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? അവരുടെ കുടുംബ മഹിമയോ പത്രാസോ കഴിവുകളോ വെച്ചൊന്നുമല്ല, മറിച്ച് അവരുടെ ഉള്ളിൽ അവര് സർവശക്തനായ, പ്രപഞ്ചത്തിന്റെ നാഥനായ, സകലത്തിന്റെയും ഉടയവനായ ദൈവത്തെ ഹൃദയത്തിൽ പൂജിക്കാൻ ആരംഭിച്ചു. ഹല്ലേലൂയാ, സന്തോഷത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു റിലേറ്റഡ് സ്പിരിച്വാലിറ്റിയിലാവും. എന്ന് പറഞ്ഞാൽ നമ്മൾ ആപേക്ഷികമായ ഒരു സ്പിരിച്വാലിറ്റി. ആ അച്ഛന് പ്രാർത്ഥിക്കുന്ന അച്ഛനാണോ, ആ അച്ഛൻ്റെ കാലത്ത് കുറച്ച് സ്പിരിച്വാലിറ്റി. ആ അച്ഛൻ പോയി കഴിഞ്ഞപ്പോൾ വേറൊരു അച്ഛൻ വന്നു. ആ അച്ഛന് ഇവിടെ എന്താണ് വേറൊരു സ്പിരിച്വൽ ലൈഫാണ്. എന്ന് പറഞ്ഞാൽ അച്ഛന് പ്രകൃതിയോടൊക്കെ ഇഴുകി ചേർന്നൊരു ജീവിതം, ചെടിയൊക്കെ വളർത്തുക, മരങ്ങളൊക്കെ വളർത്തുക. അപ്പോൾ ആളുകളെല്ലാം കൂടെ കുറച്ച് നാൾ നമുക്ക് ഇനിയും കുറേ കർഷകരായി മാറാം. വേറൊരച്ഛൻ വരുമ്പോഴത്തേന് അച്ഛന് ഇതിനോടൊന്നും താല്പര്യമില്ല, അച്ഛന് വായനകൾ മാത്രമാണ്, പുസ്തകങ്ങൾ. അപ്പോൾ കുറേ പള്ളിയിൽ കുറേ അറിവ് കിട്ടിയ പ്രഗത്ഭരായ പ്രസംഗകരായി മാറും. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സ്പിരിച്വാലിറ്റി ആപേക്ഷികമാകും, റിലേറ്റീവാകും. മറിച്ച് നമ്മുടെ ഉള്ളിൽ ഈ ക്രിസ്തു സാന്നിധ്യം നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്താൽ, ഇതാണ് സുവിശേഷം. അതുകൊണ്ടാണ് പത്രോസ് 1 പത്രോസ് 4 അധ്യായത്തിന്റെ 1 പത്രോസ് 3 അധ്യായം, പത്രോസിന്റെ 1 ലേഖനം 3 അധ്യായത്തിന്റെ 15 വാക്യം. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. ക്രിസ്തുവിനെ കർത്താവായി എവിടെ പൂജിക്കണം? ഹൃദയത്തിൽ. ഈ ഒരു ബോധം ആഴപ്പെടാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മൾ ഒത്തിരി പ്രവർത്തിക്കുന്നവരാണ്, ഒത്തിരി ചാരിറ്റി ചെയ്യുന്നവരാണ്, ഓടി നടന്ന് ഒത്തിരി നന്മ ചെയ്യുന്നവരാണ്, ഒത്തിരി ആശയങ്ങൾ നമുക്കുണ്ട്, നല്ലതാണ്. പക്ഷേ നമ്മൾ പാപത്തിൽ വീണുപോകും. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: falling into sin is the byproduct of your natural life. Falling into sin is the byproduct of your natural life. എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായ ഒരു സ്വാഭാവിക ജീവിതം നമുക്കുണ്ട്. എല്ലാവരെയും പോലൊരു ജീവിതം നയിക്കുന്നവരാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പാപത്തിൽ വീണുപോകും. എന്നാൽ നമുക്കൊരു സൂപ്പർ നാച്ചുറൽ ലൈഫ് ഉണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് 3 സൂപ്പർ നാച്ചുറൽ രഹസ്യങ്ങളിൽ അടിയുറച്ചതാണ്. മറക്കരുത്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതിസ്വാഭാവികമായ 3 രഹസ്യങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. 1, യേശു ക്രിസ്തുവിന്റെ ജനനം. അതീന്ദ്രിയമായ അതിസ്വാഭാവികമായ ഒരു ജീവിതമാണ്. അത് സ്വാഭാവികമായ ജീവിതമല്ല. പരിശുദ്ധാത്മാവ് കന്യകയുടെ ചെവിയിലൂടെ അവളുടെ ഉദരത്തിൽ പ്രവേശിച്ചു. വചനം കേട്ട് അവൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഗർഭിണിയായി. അതാണ് അതിസ്വാഭാവികമായ 1ാമത്തെ രഹസ്യം. 2, യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനം. ഇതുവരെ ഒരു മനുഷ്യനും മരണത്തിൽ നിന്ന് ജീവനിലേക്ക് വന്നിട്ടില്ല, ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ട്. ലാസറും
നയീമിന്റെ വിധവയുടെ മകനുമൊക്കെ അങ്ങനെ വന്നിട്ടുള്ളവരാ. പക്ഷേ യേശു ക്രിസ്തുവിന്റെ ഉത്ഥാന ശരീരം പോലെ, ഉദ്ധിത ശരീരം പോലെ ആരും ഇതുവരെ വന്നിട്ടില്ല. അതാണ് രണ്ടാമത്തെ അതിസ്വാഭാവികമായ രഹസ്യം ക്രിസ്തീയ സമൂഹത്തിന്റെ ഉത്ഥാനം, ഉയർപ്പ്. ഇങ്ങനൊരു അവസ്ഥയുണ്ട്. 3, യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. മേഘങ്ങളിൽ അവൻ പ്രത്യക്ഷനാകും. ഇത് അതിസ്വാഭാവികമായ മറ്റൊരു ജീവിതമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സൂപ്പർ നാച്ചുറൽ രഹസ്യങ്ങളാണ് നമ്മളെ ഉയർത്തുന്നത്. ഈ കൃപയുടെ യുഗത്തിൽ, പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിന് ശേഷം നമുക്ക് ജീവിക്കേണ്ടത് അതീന്ദ്രിയമായ, അതിസ്വാഭാവികമായ ശക്തി കൊണ്ടാണ്. ആദിമസഭയിൽ അതുകൊണ്ടാണ് ആളുകളെ തൊട്ടപ്പോ അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകർ സൗഖ്യപ്പെട്ടു, വിടുതൽ നേടി. നമ്മൾ സ്വാഭാവികമായി ജീവിച്ച് അന്യം നിന്ന് പോകുന്നതിന്റെ കാര്യം അതാ. സ്വാഭാവികമായിട്ട് ജീവിച്ചാൽ വഴുക്കലുള്ള വരമ്പത്തൂടെ നടന്നാൽ തെന്നി വീഴും. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതിസ്വാഭാവികമായ ദൈവീക ജീവന്റെ ശക്തിയുടെ ജീവിതം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ ക്രിസ്തു എവിടെയുണ്ട്? നിങ്ങളുടെ ഉള്ളിലുണ്ട്. നമ്മളെ നോക്കി ദൈവം പറയുന്നത് എന്താണെന്ന് അറിയാമോ? യെശയ്യായുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയും, നമ്മളുടെ കുടുംബം തന്നെ അത്ഭുതവും അടയാളവുമായി മാറണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 8-ന്റെ 18-ാം വാക്യം വായിക്കാമോ? ഞാനും കർത്താവ് എനിക്ക് നൽകിയ സന്താനങ്ങളും എന്ന് പറഞ്ഞാൽ ഞാനും എന്റെ വീടും. സിയോൻ പർവ്വതത്തിൽ വസിക്കുന്ന സൈന്യങ്ങളുടെ കർത്താവിൽ നിന്നുള്ള ഇസ്രായേലിലെ അടയാളങ്ങളും അത്ഭുതങ്ങളുമായി ഞാനും എന്റെ കുടുംബവും മാറും. കാരണം എന്താണെന്നറിയാമോ? സിയോനിൽ വസിക്കുന്ന ദൈവം എൻ്റെ ഇടയിൽ, എൻ്റെ കൂടെ വസിക്കുന്നു. എൻ്റെ ദൈവം എൻ്റെ കൂടെ വസിച്ച ഞാനൊരു മിറക്കിളായി മാറും, ഒരു അത്ഭുതമായി മാറും. ഞാൻ അത്ഭുതം തിരഞ്ഞ് അങ്ങനെ പല സ്ഥലങ്ങളിൽ പോകണ്ട, കാലുപുള്ളി നടക്കണ്ട. ഞാൻ തന്നെ ഒരു അത്ഭുതമായി മാറും. ദൈവം ഇവിടെ ഉണ്ട് എന്ന് കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ചു. എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ +2 വരെ ധൂപക്കുറ്റിയൊക്കെ എടുത്ത് മെഴുതിരിയൊക്കെ പിടിച്ച് പർവാസമൊക്കെ ആട്ടി, കണ്ടു കഴിഞ്ഞാൽ മാലാക കുഞ്ഞ് കണക്കെ ഉപ്പായൊക്കെ ഇട്ടുകൊണ്ട് അവൻ ഇങ്ങനെ കുർബാനയ്ക്ക് കൂടും. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് അവൻ പോകും, ഒരു സ്റ്റഡി ക്ലാസ് കേൾക്കും. ആ സ്റ്റഡി ക്ലാസ് കേട്ടതോടുകൂടി പിന്നെ അവന് ദൈവമില്ല, പിന്നെ അവന് നിരീശ്വരവാദി, പിന്നെ അവൻ യുക്തിവാദി. അവന് പിന്നെ പള്ളിയിൽ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് വന്നു കുമ്പസാരിക്കുകയല്ല, കുർബാന ശരിക്കുക, അവന് വിശ്വാസമില്ല. എന്തേ നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞ് സൺഡേ സ്കൂളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നിട്ട് ആരാണ്ട് കണ്ണും കാലും കാണിച്ചപ്പോഴേട്ടേച്ച് സഭയും വേണ്ട പള്ളിയും വേണ്ടെന്ന് കരുതി ആരുടെ കൂടെ പോകുന്നത്? പ്രിയപ്പെട്ടവർ, ഇത് കിട്ടുന്നില്ല, ബാക്കിയെല്ലാം ഉണ്ട്. ഇതിനാണ് ഈശോ വന്നത്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു കുഞ്ഞ് നിന്റെ ഉള്ളിൽ ഉണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിൽ ഉണ്ട്. ഈ ബോധ്യം ജനിക്കാതെ പോകുന്നിടത്തോളം കാലം നമ്മൾ അന്യം നിന്ന് പോകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പുറമേ ഒരു ദൈവത്തെ ആരാധിച്ച് അങ്ങോട്ട് നിൽക്കണം, ഇങ്ങോട്ട് നിൽക്കണം, അത് എല്ലാം വേണം. ലിറ്റർജി വേണം, ആരാധനാക്രമം വേണം, നമ്മൾ കൈകൂപ്പി നിൽക്കണം, മുട്ടുകുത്തണം. അതിന്റെ ക്രിയകള്, അതിന്റെ അനുഷ്ഠാന വിധികള്, സജ്ജീകരണമായ വലിയ മാളിക മുറി എല്ലാം നമുക്ക് വേണം. പക്ഷേ കിട്ടേണ്ട അടിസ്ഥാനപരമായ രഹസ്യം ഇതാണ്: ഈ ദൈവം എൻ്റെ ഉള്ളിൽ ഉണ്ട്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അങ്ങനെയെങ്കിൽ ഈ ദൈവം എന്നിൽ പ്രവർത്തിക്കുക. ആരാണ് ഈ ദൈവം എന്നറിയാമോ? യെശയ്യായുടെ വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിലുണ്ട്. വെളിപാട് 1:5 വായിക്കാമോ? ആരാണ് ഈ ദൈവം? വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. അതായത് യോഹന്നാൻ ശ്ലീഹ പറയാണ്, വിശ്വസ്ത സാക്ഷിയും മൃതരിൽ നിന്നുള്ള ആദ്യജാതനും ഭൂമിയിലെ രാജാക്കന്മാരുടെ അധിപതിയുമായ യേശുക്രിസ്തു. ആരാണ് യേശു? ഭൂമിയിലെ സകല പ്രധാനമന്ത്രിമാരെക്കാളും രാജാക്കന്മാരെക്കാളും മുൻപന്തിയിൽ നിൽക്കുന്ന മുന്തിയ എന്റെ കർത്താവ്. അവൻ എവിടുണ്ട്? എന്റെ ഉള്ളിലുണ്ട്. അങ്ങനെയെങ്കിൽ അവൻ പോയി നമ്മളിങ്ങനെ പോയി എരന്ന് ജീവിക്കേണ്ടവരാണോ? മറ്റുള്ള മുമ്പിൽ കൈ നീട്ടേണ്ടവരാണോ? പ്രിയപ്പെട്ടവരെ, ഈ ഒരു കൃപ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മരിക്കുന്നതിന് മുൻപ് ഈ ദൈവത്തെ ഇവിടെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും.
ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാന സത്യം. 82-ാം സങ്കീർത്തനത്തിൽ നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താ പറയുന്നത് അറിയാമോ? 82-ാം സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 6-ാം വാക്യം. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു. ഞാൻ പറയുന്നു, നിങ്ങൾ ദൈവങ്ങളാണ്, നിങ്ങൾ എല്ലാവരും അത്യുന്നതന്റെ മക്കളാണ്. ദൈവം പറയാണ്, ദൈവം അതിന്റെ 1-ാം വാക്യം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ദൈവം സ്വർഗീയ സഭയിൽ ഇരുന്നു കൊണ്ട് നമ്മളെ ന്യായം വിധിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്. ദൈവം പറയാണ്, ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ്. ദൈവം പറയാ നമ്മളെ നോക്കി, നമ്മൾ ആരാ? ദൈവങ്ങളാ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31-ാം തിരുവചനത്തിലും പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ആരുടെ അടുക്കലേക്ക് വന്നുവോ അവരെ അവൻ ദൈവങ്ങളെന്ന് വിളിച്ചു എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം പേറുന്ന നമ്മളെ നോക്കി ദൈവം പറയാം, മക്കളെ നിങ്ങൾ ദൈവങ്ങളാ, അത്യുന്നതന്റെ സന്തതികളാ. പക്ഷെ സങ്കടം എന്താണെന്നറിയാം? അടുത്ത വചനത്തിൽ ദൈവം സങ്കടപ്പെടുന്നത് എങ്കിലും 7-ാം വാക്യം, എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും. നമ്മളുടെ ഗതി ഇതാ, എങ്കിലും നമ്മൾ മനുഷ്യരെ പോലെ മരിക്കാനാ വിധി എന്ന് പറഞ്ഞാൽ ഐസിയുവിൽ കൈയും കാലും കൂട്ടിക്കെട്ടി അങ്ങനെ വലിച്ച് 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 മരിക്കാനാണ് നമ്മുടെ വിധി. കാരണം എന്താണെന്നറിയാം? ഒരിക്കൽ പോലും ജീവിതത്തിൽ ഈ ദൈവം എൻ്റെ ഹൃദയത്തിലുണ്ട് എന്ന് നമുക്ക് ബോധ്യം കിട്ടിയിട്ടില്ല. പിശാച് ഇത് മറച്ചു കളയും. എന്നിട്ട് നമ്മളെ ഒരു ധ്യാനം കുടിച്ചിട്ട് പറയും, സൂപ്പർ ധ്യാനമായിരുന്നു, നന്നായിരുന്നു. എത്ര ധ്യാനം കൂടി? എഴുതി കുറിച്ച് വെച്ച നോട്ട് ബുക്കൊക്കെ നോക്കിയാൽ മതി, എത്ര എണ്ണം, എത്ര പ്രാർത്ഥന, എത്ര വചനം കേട്ടു. പക്ഷേ എന്നിട്ടും നമുക്കൊരിക്കലും ഒരു എഴുന്നേൽപ്പില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സത്യം നമ്മൾ മറന്നു പോകും. രാജാതിരാജനായ ദൈവം എൻ്റെ ഉണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ എന്താ ഇല്ലാത്തേ? എന്നിട്ടാണോ നമ്മൾ ഇറക്കേണ്ടി വരുന്നത്? പ്രിയപ്പെട്ടവരെ, ദൈവം സങ്കടപ്പെടുന്ന ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ, ദൈവമക്കൾ ഒരിക്കലും ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നില്ല. The presence of God is with us. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടി. ഇതിനാണ് ഈശോ ഭൂമിയിലേക്ക് വന്നത്, നിനക്ക് ജീവൻ ഉണ്ടാകാൻ, സമൃദ്ധമായ ജീവൻ, ലൈഫ് ഇൻ ഇറ്റ്സ് അബണ്ടൻസ്. 10 സെന്റ് സ്ഥലം തരാനോ ഒരു അഡ്മിഷൻ തരാനോ ഒന്നും അല്ല ഈശോ വന്നത്. ഇതിനാണ് ഈശോ വന്നത്, നിന്റെ കൂടെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ ദൈവം കൊതിക്കുന്നു. നിനക്ക് വേണ്ടി പണി ചെയ്യാൻ, അധ്വാനിക്കാൻ, നിന്നെ ഈ ലോകത്തിന്റെ നെറുകയിലെത്തിക്കാൻ, നിന്റെ കൂടെ വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത് ബോധ്യമായി വരണമെന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥതയാ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ. ഞാൻ ഒരിക്കലും പറഞ്ഞാണ്, നമ്മളുടെ ഈ മുരിക്കൽ പിതാവ് പറഞ്ഞൊരു സംഭവം, ഈ കഴുകൻ കുഞ്ഞിൻ്റെയും കാക്കകളുടെയും കഥ. കഴുകൻ കുഞ്ഞ് വന്ന് ഇങ്ങനെ ഓലയിൽ ഇരുന്നപ്പോൾ കാക്കകളെല്ലാം കൂടി ഇട്ട് ഞോണ്ടാൻ തുടങ്ങി. അപ്പോൾ ദേഷ്യപ്പെട്ട് ഒരാൾ കല്ലെടുത്തെറിഞ്ഞ് കാക്കകളെ ഓടിക്കുക. കാരണം നല്ലൊരു കഴുകൻ കുഞ്ഞിനെ കാക്കകളിട്ട് ഞോണ്ടുക. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, എറിയണ്ട, അത് കഴുകൻ്റെ പ്രശ്നമാണ്. കഴുകൻ്റെ പ്രശ്നമാണ് ഈ ഞോണ്ട് കിട്ടാൻ കാര്യം. കാരണം കഴുകൻ പറക്കേണ്ടത് എവിടെയാ? ആകാശങ്ങളുടെ അറ്റങ്ങളിൽ, മേഘങ്ങൾക്കിടയിൽ കൂട് കെട്ടേണ്ട കഴുകൻ താഴെ ഈ തെങ്ങോലെ വന്നിരുന്നുകൊണ്ടല്ലേ ഞോണ്ട് കിട്ടുന്നേ. ഇതുപോലെ ക്രിസ്ത്യാനി, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തെ വഹിക്കേണ്ടവരാ. ക്രിസ്റ്റോഫർ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റോഫരെ, ദൈവത്തെ വഹിക്കുന്നവൻ, ദൈവത്തെ വഹിക്കുന്നവൻ. സെറാഫിൻ മാലാഖയെ കുറിച്ചൊക്കെ എങ്ങനെ പറയും? പ്രകാശവാഹകനാ, പ്രകാശത്തെ വഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാ. അടുത്ത വചനം, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. ഈശോ പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാ. അതേ സുവിശേഷത്തിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ വഹിക്കുന്ന നമ്മള് പ്രകാശമാണ്. ഈ ബോധ്യ പിശാച് തരത്തിൽ ഇതങ്ങ് മായ്ച്ചു കളയും. എന്നിട്ട് നമ്മൾ എന്നും അയ്യോ പാവി, അയ്യോ ദുരിതമാണ്, അയ്യോ സങ്കടമാണ്. പ്രിയപ്പെട്ടവരെ, പരിഹാരം ഒന്നേ ഉള്ളൂ. ഇന്നു മുതൽ ഒരു 3 മാസത്തേക്ക് നമ്മൾ ഒന്നിച്ച് ധ്യാനിക്കേണ്ട ഒരു വിഷയമാണ്. എന്താണെന്നറിയാവോ? ഈശോ എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. ഇത് ബോധ്യപ്പെടണം. ഇത് ബോധ്യപ്പെട്ട് ഇല്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കൊട്ടിഘോഷങ്ങളും ആഘോഷങ്ങളും ഒക്കെ പെട്ടെന്ന് തീരും, ആത്മാവ് നഷ്ടമാകുകയും ചെയ്യും. ഈ ബോധ്യമുള്ളിൽ കിട്ടിയെങ്കിൽ മാത്രമേ നമ്മൾ ആത്മീയ ശക്തിയാൽ വളരുകയുള്ളൂ. അതിനാൽ
ഈ ദൈവം നമ്മിൽ നിന്ന് പറഞ്ഞു തരുന്ന ആഗ്രഹം നമ്മൾ ആഴങ്ങളിലേക്ക് ഉൾപ്പെടുത്തണം, ഉള്ളിൽ ഉൾക്കൊള്ളണം. എൻ്റെ കർത്താവ് എൻ്റെ ഹൃദയത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ്ലിയാവൊക്കെ അഭിമാനത്തോട് പറഞ്ഞത്, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഞാനല്ല, എന്നിൽ ജീവിക്കുന്നത് ക്രിസ്തുവാണ്. എന്നിട്ട് പൗലോസ്ലിയ പറയാണ് 2 കൊരിന്ത്യർ 5:14-15 വാക്യങ്ങളിൽ, ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഈ പൗലോസ്ലിയ പറയാണ്, ഞങ്ങളെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഉള്ളിലിരുന്ന് ക്രിസ്തുവിന്റെ സ്നേഹം അങ്ങോട്ട് പ്രചോദിപ്പിക്കുക. ഇങ്ങനെ ഒരു ലൈഫാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം പിടിച്ചു നിൽക്കുക, പാതി വഴി കിട്ടേച്ച് പോകാതിരിക്കണമെങ്കിൽ എന്താ ചെയ്യണമെന്ന് അറിയാം. ഈ ഉള്ളിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ പ്രചോദിപ്പിക്കണം. ബുദ്ധി കൊണ്ടും പ്രാക്ടീസ് കൊണ്ടും ഒക്കെ കുറച്ച് ചെയ്യാം, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നാച്ചുറലായിട്ട് ദൈവം തരുന്ന ഈ പ്രചോദനമുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മളെ ഉത്തേജിപ്പിക്കണം. ഇതാണ് സുവിശേഷം. ഇത് പുറമെ ആരെങ്കിലും തരുന്നതല്ല. ഉള്ളിൽ നിന്നൊരുവന് എന്ന് ഇത് കണ്ടെത്താൻ പറ്റുന്നു, അന്ന് മാത്രമേ അവന് ജീവിതം വിജയിപ്പിക്കാൻ പറ്റൂ. വീണ്ടും കൊളോസ്യർക്കെഴുതിയ ലേഖനം 1:29 പൗലോസ്ലിയ പറയാണ്, ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ. എന്ത് ഈ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷം, ഞാൻ ഈ പറഞ്ഞ ഈ സുവിശേഷം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന രഹസ്യം എല്ലാവരോടും പറയുക. എല്ലാ മതങ്ങളും അംഗീകരിക്കുന്ന കാര്യം അതാണ്. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമുക്കറിയാം, ഹൈന്ദവ സഹോദരങ്ങൾ മല കയറുമ്പോൾ അവർ പാടുന്നത് എന്താണെന്നറിയാമോ? സ്വാമി തിന്തകത്തു, അയ്യപ്പ തിന്തകത്തു. എന്താ അതിൻ്റെ അർത്ഥം? സ്വാമി നിന്റെ അകത്ത, അയ്യപ്പൻ നിന്റെ അകത്ത. അത് പറഞ്ഞാണ് തിന്തകത്വമായി എന്ന് പറഞ്ഞാൽ അവരുടെ പോലും ചിന്തയിൽ ഈ ദൈവം ഉള്ളിലാണ് എന്നൊരു ബോധ്യം. എല്ലാം മനുഷ്യനെയും സ്വാധീനിക്കുന്ന സുവിശേഷം ഇതാ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലാണ്. എല്ലാവരിലും ക്രിസ്തു ഉണ്ട്. ഈ ക്രിസ്തു ബോധം പുറത്തെത്തിക്കുന്നതാണ് പ്രിയപ്പെട്ട നമ്മുടെ വിജയം. പുറമേ അല്ല, എൻ്റെ ഉള്ളിൽ ഈ ക്രിസ്തു ഉണ്ട്. അതുകൊണ്ടാണ് പൗലോസ്ലിയ പറഞ്ഞ കൊളോസ്യർ 1:29 ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിന് വേണ്ടി അത്രേ അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നത്. പൗലോസ്ലിഹ പറയാണ്, പൗലോസ്ലിഹ ഈ സുവിശേഷം കൊടുക്കുന്നത്, ഈ ജീവിക്കുന്നത്, ഇങ്ങനെ സാക്ഷ്യമാകുന്നത്, അനേക സഭകൾ സ്ഥാപിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ഉള്ളിലിരുന്ന് ഒരു ശക്തമായി ഒരു ശക്തി ഉണർത്തി കൊടുക്കുക. ഇതാണ് കുടുംബജീവിതത്തിലും, ഇതാണ് സഭാജീവിതത്തിലും, വ്യക്തി ജീവിതത്തിലും വിജയം വരിക്കാനുള്ള ഏക വഴി. ക്രിസ്തു മാർഗമെന്ന് പറയുന്നത് ഉള്ളിൽ ക്രിസ്തു ഉണ്ട്. ഹല്ലേലൂയ. സ്വരമെഴുതി പറ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എന്നിൽ ശക്തിയായി ഉണർത്തുന്ന ശക്തി കൊണ്ട് ഞാൻ കഠിനമായി അധ്വാനിക്കുന്നു. പൗലോസിലേക്ക് പിന്നെ അലസനായിട്ട് മടിയനായിട്ടിരിക്കാൻ പറ്റില്ല. ആർക്കും അലസതയും മടിയും പറ്റില്ല. എന്താണെന്നറിയാമോ? ശക്തമായിട്ട് ദൈവം ഉണർത്തുന്ന ഒരു ശക്തി ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ പിന്നെ നമുക്ക് പരാതിയില്ല, പഴിപറച്ചിലില്ല, പേപറച്ചിലില്ല, കുറ്റപ്പെടുത്തലുകളില്ല. ദൈവം ഉണർത്തുന്ന ശക്തിയോട് ജീവിക്കും. നമുക്ക് വിജയം വരിക്കാൻ പറ്റും. ശ്രേഷ്ഠമായൊരു ജീവിതം ഈ ലോകത്ത് കാഴ്ചവെക്കാൻ പറ്റും. അതുകൊണ്ട് ഉള്ളിലെ ഈ ശക്തിയെ നമ്മൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം. മഹത്വത്തിന് എന്നേറ്റ് പറയാം, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ.